അത്യുന്നതനും മഹാനും ബലവാനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനം തന്നു. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു എന്ന സങ്കീർത്തനവാക്യത്തോട് ചേർത്ത് നമുക്ക് ഓരോ ദിവസവും ഈ ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ആരംഭിക്കുവാൻ സാധിച്ചാൽ, അതുപോലെ തന്നെ മറ്റൊരു സങ്കീർത്തനം പറയുന്നത്, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. എല്ലാ ദിവസങ്ങളും ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ചിന്തയിൽ ഓരോ ദിവസവും ദൈവത്തോട് കൂടെ ആരംഭിക്കുവാനും ദൈവത്തോടു കൂടെ അത് പൂർത്തീകരിക്കുവാനുമുള്ള കൃപയ്ക്കായി, ആ ഒരു ചിന്താബോധത്തിനായി, ആ ഒരു ദൈവ സാന്നിധ്യ വാഞ്ചയ്ക്കായിട്ട് നമ്മുടെ ഹൃദയം എപ്പോഴും ആഗ്രഹിക്കണം. അതിനെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവിടെ 8-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ പതിവ് പോലെ എല്ലാ സങ്കീർത്തനങ്ങളും മിക്കതിൻ്റെ ഹെഡിങ്ങിൽ നമ്മൾ കാണുന്ന പോലെ സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, ടു ദ ചീഫ് മ്യൂസിഷ്യൻ എന്ന് പറയുന്നത്. എല്ലാം സംഗീത പ്രമാണിക. അവിടെ ദേവാലയത്തിൽ ഒരു മ്യൂസിഷ്യനുണ്ട്, ചീഫ് മ്യൂസിഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഇതെല്ലാം എഴുതിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് പാട്ടുകളായിട്ട് അവിടെ അന്നും രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ദേവാലയങ്ങളിൽ പാടിക്കൊണ്ടിരുന്നത്, ആരാധനയിൽ പാടിക്കൊണ്ടിരുന്നത് വേണം നമുക്ക് കരുതാനായിട്ട്. കാരണം അത് ക്രോഡീകരിക്കുകയാണ്. പിന്നെ ഹൃദയമൊക്കെ ട്യൂണൊക്കെ ഇത് ചെയ്ത് ആ പാട്ട് ക്രോഡീകരിച്ച് എഴുതുന്നു. ദാവീദ് അതിനോടെല്ലാം എഴുതി കൊടുക്കുകയാണ് അവിടെ നമ്മൾ കാണുക. അപ്പോൾ എല്ലാ ഗീതങ്ങളും മറ്റു തരത്തിൽ പറഞ്ഞാൽ ചീഫ് മ്യൂസിഷ്യൻ, സംഗീത പ്രമാണി, അതാരാണ്? ദൈവം തന്നെയാണ്. എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ നമുക്ക് കാണുകയാണ്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ നാമത്തിന്റെ ശ്രേഷ്ഠത ഇവിടെ വിവരിക്കുകയാണ് സങ്കീർത്തകൻ. ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു പറയുന്നത്. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും ഇണ്ടാതാക്കുവാൻ തന്നെ. പലപ്പോഴും പ്രകൃതിയുടെ രഹസ്യങ്ങളുടെ മുമ്പിൽ, പ്രകൃതിയുടെ ഈ വിന്യസനം, ഇതിന്റെ മുമ്പിൽ പലപ്പോഴും മുട്ടാതർക്കം പറയുന്നവരാണ് ഈ ദൈവനിഷേധികൾ എന്ന് പറയുന്നവർ. അവർക്കൊന്നും പറയാനില്ല. എങ്ങനെ ഈ പ്രപഞ്ചം ഇത്ര മനോഹരമായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു നിയമങ്ങൾ കൊണ്ട്. അതിന് ഐൻസ്റ്റീൻ പറഞ്ഞ അതിൻ്റെ ഒരു ലോ ഗിവറുണ്ട്, ഒരു നിയമദാതാവുണ്ട്. കാരണം പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. റൊട്ടേഷനും ഒക്കെ, ഉദയത്തിന്, സൂര്യന്റെ ചലനത്തിന്, സൂര്യന്റെ ഭ്രമണത്തിന്, ചന്ദ്രന്റെ ചലനത്തിന്, ഭൂമിയുടെ ഭ്രമണത്തിന് എല്ലാം ഒരു നിയമമുണ്ട്. പ്രപഞ്ച സൃഷ്ടി ഈ കാണുന്ന ചെറിയ ഇത് മാത്രമല്ല, യൂണിവേഴ്സ് മുഴുവൻ, എന്നാ പറയുന്നത്, മിൽക്കി വേ എന്നൊക്കെ പറയുന്നു. എല്ലാം എത്രയോ പ്രപഞ്ചങ്ങളാണ്. ഈ സൂര്യനിൽ എത്ര കോടി ഭൂമി നിറയ്ക്കാമെന്നാണ് പറയുന്നത് നമ്മൾ കാണുന്ന ഈ സൂര്യനിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കും, ഇത്ര അതിശയകരമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ദൈവം. ഒരു ട്രാഫിക് ലൈനിൽ ആ ട്രാഫിക് സിഗ്നൽസ് ഓഫായ കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹന അപകടം നടന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം കൊളാപ്സ്ഡ് ആകുവാണ്. പിന്നെ ട്രാഫിക്കുകൾ നമ്മൾ ചിലതിലൊക്കെ അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. മുമ്പേ പോകുന്ന ഇത്ര ലിമിറ്റ് സ്പീഡായിരിക്കണം ഓരോ വഴിയിലും ഉണ്ട്. ഗൾഫ് കൺട്രീസിലൊക്കെ വലിയ റോഡുകളിലൊക്കെ ഇത്ര കിലോമീറ്റർ സ്പീഡ് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അത് സ്പീഡ് കുറയണമെങ്കിൽ വേറെ റോഡ്, സ്പീഡ് കുറഞ്ഞതിന് റോഡ്, സ്പീഡ് കൂടിയതിന് റോഡ്. ഈ പർട്ടിക്കുലർ സ്പീഡിൽ നിന്നും കുറഞ്ഞാലും കൂടിയാലും അപകടം സുനിശ്ചിതമാണ്. അങ്ങനെ അപകടം സംഭവിക്കുമ്പോൾ ഒരു കാറ് ഇടിച്ചാൽ ഒരു അപകടം സംഭവിച്ചാൽ പിന്നാലെ വരുന്ന മുഴുവൻ വന്നത് ഇടിക്കുകയാണ്, എല്ലാം താറുമാറാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഓരോന്നും നമ്മൾ ചിലപ്പോൾ ഉൽക്ക വരുന്നുണ്ട്, അത് വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും അല്ലേ? അത് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഭീതിയോടെ അത് എവിടെ വീഴും, ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്, അതിനെക്കുറിച്ചുള്ള പഠനശാലകളൊക്കെയാണ്. അപ്പം ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ദൈവം. അതാണ് ഐൻസ്റ്റീൻ പറയുന്നത്, ലോ ഗീവർ. ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന് ഒരു കർത്താവുണ്ട്, ലോ മേക്കറുണ്ട്. ആ നിയമം നിർമ്മിച്ച ഒരു ദൈവമുണ്ട്, ആ നിയമം തന്ന ഒരു ദൈവമുണ്ട്, ആ നിയമത്തെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ദൈവം എന്ന് പറയുന്നത്. അത് ഈ വിഡ്ഢികളായ, അതായത് ദൈവനം തന്നെ പറയും, ദൈവം ഇല്ല എന്ന് മൂഢൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. മൂഢനാണ് അവൻ്റെ തന്നെ ശരീരത്തിൽ നോക്കിയാൽ അവൻ്റെ ദൈവത്തിൻ്റെ ആ കരവിരുത് കാണുവാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായിട്ട് ദൈവം, കണ്ണുകളുടെ കാഴ്ച, കേൾവി ശക്തി, ബുദ്ധിശക്തി, ചിന്ത, നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ദഹന പ്രക്രിയ, എല്ലാം
ബ്ലഡ് സർക്കുലേഷൻ, നെർവസിന്റെ പ്രവർത്തനം, ഓരോന്നും എടുത്തു നോക്കി. നമ്മുടെ ശരീരം തന്നെ ദൈവത്തിന്റെ കരവിരുന്നിന്റെ പ്രത്യക്ഷമായ ലക്ഷണമല്ലേ? ഇത് മനസ്സിലാക്കാത്ത ഒരു വിഡ്ഢികളാണ് ശരിക്കും മൂടന്മാർ. അവരൊക്കെ ആദരിക്കുന്ന കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, ദൈവം പറയുന്ന അവൻ മൂടന്മാരാണ്. ദൈവം ഇല്ലാന്നൊരു മനുഷ്യൻ പറയുന്നത് മൂടനാണ്, അവനെ ആദരവൻ യോഗ്യനല്ല എന്നാണ് പറയുന്നത്. കാരണം അവനെപ്പോലെ വിഡ്ഢി ലോകത്തിൽ വേറെ ആരുമില്ല. ഇവിടെ പറയാണ്, ആകാശം നിന്റെ തേജസ് വെച്ച് നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയിനെയും മിണ്ടാതാക്കുവാൻ തന്നെ. നീ ശിശുക്കളെയും ബലകൊടിക്കുന്നതിന് വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യന് നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവന്റെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും, ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഇവിടെ നോക്കുക, അടുത്തത് പറയുകയാണ് ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് പിന്നെ പറയുകയാണ്, നീ ശിശുക്കളെയും മുലകുടിക്കുന്നതിന്റെ വായിൽ ബലം നിയമിച്ചിരിക്കുന്നു. ശിശുക്കൾ, ഒരു ശിശുവിനെ എടുത്താൽ തന്നെ എത്ര ഇതായിട്ട് അതിന്റെ ഓരോ വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ നോക്കുക, എങ്ങനെ അത് വളർന്നു വരുന്നു. അതിന്റെ അസ്ഥികൾ, അമ്മയുടെ ഗർഭത്തിൽ അസ്ഥികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇതൊക്കെ ചോദിക്കുന്ന സങ്കീർത്തനത്തിൽ തന്നെ. വൈദ്യശാസ്ത്രം പലതും പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടതിന് ശേഷമാണോ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത്? ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ. കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മുടെ ദഹന പ്രക്രിയ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? ഇല്ലല്ലോ. ഓരോ അവയവങ്ങളും അതെല്ലാം വൈദ്യശാസ്ത്രം പിന്നീട് വിവരിച്ച് വരുന്നു. അതിന് അപാകതകളുണ്ട്, പോരായ്മകളുണ്ട്. അത് അല്പമായി മാത്രമേ അറിയുന്നുള്ളൂ മനുഷ്യൻ. ഇനിയും മനുഷ്യൻ ഗഹനമായ എത്രയോ കാര്യങ്ങൾ ഒന്നിനും ഉത്തരം കിട്ടുന്നില്ല. പല രോഗങ്ങൾക്കും തന്നെ അതിന്റെ ഇത് ഡയഗ്നോസ് ചെയ്യുന്നിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല അതിന്. ഇവിടെ ദൈവത്തിന്റെ ഓരോ കരവിരുതുകൾ തുടർന്ന് അവിടെ പറയുകയാണ്, ആകാശത്തിലേക്ക് നോക്കിയ ചന്ദ്രനിലേക്ക് നോക്കിയാണ്. അതൊക്കെ നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്തുമാത്രം അല്ലേ? ഇതെല്ലാം ക്രമീകരിച്ച ഒരു ദൈവത്തിന്റെ ശ്രേഷ്ഠമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവിടെ പറയാം, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? മനുഷ്യപുത്രനെ സന്ദർശിച്ചാരാ? പുത്രനാകുന്ന യേശു. മനുഷ്യനെ വിസിറ്റേഷൻ ഫ്രം ഗോഡ്. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നുണ്ട് കാലാകാലങ്ങളിൽ. ഏതെൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന ദൈവം ഇന്ന് നമ്മുടെ സമീപത്ത് വരുന്നുണ്ട്. ഓരോ സായാഹ്നങ്ങളിൽ നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. നമ്മളവനെ അന്വേഷിക്കുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മളോട് കൂടെ സഹവസിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് us അല്ലെ? ഇന്നും ദൈവം അതേ സെയിം ഗോഡ് എസ്റ്റർഡേ. പലപ്പോഴും വായിക്കുന്ന തെറ്റി. ഇന്നലെ ഒരു ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തി, ദൈവം ഇന്നലെയും ഇന്നും അന്യൻ തന്നെയാണ്. അന്യൻ, ആ വ്യക്തിക്ക് അന്യനാണ്, അനന്യൻ തന്നെ. അത് സെയിം അനന്യൻ, ഒരു വാക്ക് വിട്ടുപോയപ്പോൾ അന്യനായി മാറി. ദൈവം പലർക്കും അന്യനാണ്. എന്നാൽ ദൈവം അനന്യനാണ്, മാറ്റമില്ലാത്തവനായി ഇന്നും നമ്മുടെ കൂടെയുള്ളതാണ്. ആ ദൈവത്തെ ദർശിക്കാൻ കാണുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അപ്പോൾ മനുഷ്യനെ നോക്കുമ്പോൾ എന്താണ്? കുരങ്ങിൽ നിന്നുണ്ടായതാ പൂച്ച? എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്. മൃഗങ്ങളെ പോലെയാണോ മനുഷ്യൻ? ഇൻവെൻഷൻ, കണ്ടുപിടുത്തങ്ങൾ. മനുഷ്യൻ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടത്തുന്നത്? പ്രകൃതി അവന് കീഴ്പ്പെടുകയല്ലേ? പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുകയല്ലേ? ഇതെല്ലാം ദൈവത്തിന്റെ മനുഷ്യനിൽ പകർന്ന ദൈവിക ജ്ഞാനത്തിന്റെ പ്രത്യക്ഷമായ അടയാളമാണ്. തന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും എന്ന് പറയുന്ന ഒരു സ്വരൂപം എന്ന് പറയുന്നത് ദൈവജ്ഞാനമാണ്. മനുഷ്യന്റെ അല്ലേ ജ്ഞാനം കൊടുത്തിരിക്കുന്നത് അല്ലെ? പക്ഷികൾ അതിനോടൊക്കെ ചോദിച്ച് പഠിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു കോൺക്രീറ്റ് നോളജേ ഉള്ളൂ. കാക്ക കൂട് കെട്ടുന്ന അന്നൊന്നും ഒരുപോലെയാണ്, പക്ഷെ മനുഷ്യൻ പാർക്കുന്ന അന്നൊന്നും ഒരുപോലെയല്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് ക്രിയേഷൻ. മാൻ ഈസ് എ ക്രൗൺ ഓഫ് ദ ക്രിയേഷൻ എന്ന് പറയും. ദൈവം മനുഷ്യന് വേണ്ടിയാണ് സകലം സൃഷ്ടിച്ചത്. സകലത്തെ അവൻ അധിപതിയാക്കി. ഒരു ആന മനുഷ്യനെ മെരുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഒരു ആനയെ മനുഷ്യൻ മെരുക്കുന്നു. സിംഹം മനുഷ്യനെ മെരുക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ സിംഹത്തെയും മനുഷ്യൻ മെരുക്കുന്നു. എല്ലാ ജീവികളെയും മനുഷ്യൻ മെരുക്കിയെടുക്കി അതിന്റെ കീഴിലാക്കിയാണ്. എന്നാൽ മറ്റുള്ള മൃഗങ്ങൾക്ക് അതില്ല, ആ സവിശേഷ ബുദ്ധിയില്ല. അവർക്ക് അതിൻ്റെ ഒരു കോൺക്രീറ്റ് നോളജ് ഉണ്ട്. പിന്നെ പരിശീലനത്തിലൂടെയൊക്കെ അത് ചില മാറ്റം വരുത്താന്നുള്ളത് അല്ലാതെ സ്വാഭാവികമായിട്ട് ജെന്യുവനായിട്ട് അതിന് അങ്ങനെ ഒരു ഇതില്ല. എന്നാൽ ഒരു മനുഷ്യനോ ഒരു കുഞ്ഞു വളർന്ന പോലെ ജെന്യുവനായിട്ട് കഴിവുകൾ വരികയാണ്. ഇവിടെ പറയാണ്, നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽക്കീഴിയാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം,
കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗ്ഗങ്ങൾ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ഈ ദൈവത്തെ അറിയാനായിട്ട്, ഈ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ടൊരു ഭാഗ്യമാണെന്ന് പറയും. ഓരോന്നിലും ഒരു അവിശ്വാസി, ഒരു ദൈവമില്ലാത്ത മനുഷ്യൻ ഒന്നിലും ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. അവൻ്റെ ലോകം ചുരുക്കമാണ്. എന്നാൽ ഒരു ജഡീക മനസ്സുള്ള ഒരു മനുഷ്യന് ദൈവത്തെ ഒരിടത്തും കാണാൻ പറ്റില്ല. എന്നാൽ ഒരു ആത്മ മനസ്സുള്ള ഒരു മനുഷ്യന് എല്ലാറ്റിലും ദൈവത്തെ കാണാൻ പറ്റും, എല്ലാറ്റിലും, അല്ലേ? ഒരു ദിവസം പറഞ്ഞിരിക്കുകയാണ്, അതാണ് ഒരു ഉറുമ്പിനെ സൃഷ്ടിച്ച ദൈവം തന്നെ, ആനയെ സൃഷ്ടിച്ച ദൈവം തന്നെ ഉറുമ്പിനെ സൃഷ്ടിച്ച്. അപ്പോൾ ആ ആനയുടെ സൃഷ്ടി വലുതാണ്, ആന വലുതായതുകൊണ്ട് വലിയ സൃഷ്ടി. പക്ഷെ ആ ഉറുമ്പിലും അതിൻ്റെതായ അവയവങ്ങൾ അങ്ങനെയെല്ലാം ദൈവം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു, അല്ലേ? അതും ശ്രേഷ്ഠമല്ലേ? മൈക്രോ ആൻഡ് മാക്രോ, ദി ഗോഡ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ. ചെറുതിൻ്റെയും വലുതിൻ്റെയും ദൈവമാണ് അവൻ. അപ്പം ആ ഉറുമ്പെന്ന് പറയുന്നത് ചെറിയ പക്ഷെ അതിലെല്ലാം ദൈവം ക്രമീകരിച്ചിരിക്കുക. അതിന് കാഴ്ചയുണ്ട്. മാത്രമല്ല, ബൈബിളിലെ തിരുവചനത്തിൽ പറയുന്ന സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമിയിൽ എത്ര ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായി 4 ഉറുമ്പ്. ഒന്നാമത്തെ ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. അപ്പൊ അതിൻ്റെതായി ഇത് കൊടുത്തിരിക്കുക. മഴക്കാലമായൊന്നും സഞ്ചരിക്കാൻ പറ്റത്തില്ല. അത് ട്രാക്കിൽ പോകുന്ന ഒരേ വരിയായിട്ട് പോകുന്നുണ്ട്. അതിന് ഒരു സ്മെല്ലുണ്ട്. അപ്പൊ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ അതിങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വേനൽക്കാലത്ത് തന്നെ ആഹാരം സംഭരിച്ചു വെക്കുക. അപ്പൊ അതിനും കോൺക്രീറ്റ് നോളജേ ഉള്ളൂ. അതിനപ്പുറം അതിന് ചിന്താശേഷിയൊന്നുമില്ല. അപ്പോൾ ദൈവം അത് പകർന്നുകൊണ്ടിരിക്കും. ഓരോ ജീവിക്കും അതിന്റെ ജീവസന്ധാരണത്തിന് വേണ്ടി പകർന്നിരിക്കുന്ന ഞാനും. പിന്നെ പറയാ, കുഴിമുയിൽ ശക്തിയില്ലാത്ത ജാതിയാ, എങ്കിലും അത് പാറയിലാ പാർപ്പിടം ഉണ്ടാക്കുന്നത്. വെട്ടുകിളിക്ക് രാജാവില്ല, എങ്കിൽ അതൊക്കെ അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിൽ രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. അങ്ങനെ ഓരോന്നിലും സവിശേഷമായത് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ആത്മീക മനസ്സെന്ന് പറയുന്നത്. ഒരു ശുദ്ധ ദൈവ അനുഗ്രഹമുള്ള ഒരു ഹൃദയം. അപ്പം നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ ദൈവത്തിലേക്ക് സമർപ്പിക്കും. ദൈവം റിന്യൂ ചെയ്യും. അപ്പം നമുക്ക് ദൈവത്തിന്റെ കരവിരുത് ഓരോന്നും കാണാൻ പറ്റും. കാലം ചെയ്ത നീതിനെയുള്ള ഇപ്പൊ സമീപകാലത്തല്ല, വലിയ മാത്രം പുലുത്താന്ന് പറയുന്നത്. അദ്ദേഹം തന്റെ ഗാർഡൻ കൂടെ നടക്കുമ്പോൾ തന്റെ കുശിനിയിൽ അടുക്കളയിൽ വേല ചെയ്യുന്ന ഒരു വളരെ സരസ്വതിക്കാരനായ വലിയ ബുദ്ധി ഒരു മനുഷ്യൻ ചോദിച്ചു, തിരുമേനി ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പൂന്തോട്ടത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം പൂവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനിപ്പോൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കും. കാരണം ആ പൂവിന്റെ ഒരു സൗന്ദര്യം, അതിന്റെ കളർ കോമ്പിനേഷൻ, ഇതൊക്കെ ദൈവമല്ല സൃഷ്ടിച്ചത്, അല്ലേ? ഒരു വസ്ത്രം മനുഷ്യൻ സൃഷ്ടിക്കുന്നെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് വെറുതെയാണെന്ന് പറഞ്ഞാൽ എന്തൊരു മൂടനെ. ഒരു വാക്കോട് വായിച്ച് നോക്കാം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുക. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്ക് ദിവ്യത്വമായ അവന്റെ അദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടത് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ അവമാനരാങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെ ദൈവത്തെ മറക്കുന്നതിന്റെ തെളിവാണ് ഈ വഴി കുത്തഴിഞ്ഞ ജീവിതം, അല്ലെ? ഈ ജീവിതം, ഈ സ്വർഗഭാവം, അതൊക്കെ അതിൻ്റെതായ വ്യതിചലിച്ചതിന്റെ പരിണതഫലങ്ങളാണെന്നാണ് പറയുന്നത്. ദൈവം എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിയിൽ പോലും ദൈവത്തെ മനസ്സിലാക്കാൻ, അത് കണ്ടിട്ട് മനസ്സിലാക്കാത്ത മനുഷ്യൻ മൂഢനായിപ്പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവിക ജ്ഞാനത്തിലേക്ക് നമുക്കിത് ചെയ്യാം. റോമർക്ക് ലേഖനം 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും അവിടെ. അതുകൊണ്ട് നമുക്ക് സർവശക്തനായ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കാം. ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമഹത്വം തിരിച്ചവരുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹവാനും മഹാകാരുണ്യനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, മനോഹരമായ ഒരു ദിവസത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. തിരുവചനത്തിനായ സ്തോത്രം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും കാണുമ്പോൾ അവിടുത്തെ കരവിരുതാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. തുടർന്നും കൂടുതലായി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ദൈവിക ജ്ഞാനം ഞങ്ങൾ നിറയ്ക്കണമേ. ദൈവിക സാന്നിധ്യ ബോധം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ. നിന്റെ കരവിരുത് കണ്ട് ഓരോ പുൽക്കൊടിയിലും ഓരോ പുൽനാമ്പിലും അതിലുള്ള ജീവനിൽ എല്ലാം ദൈവത്തിന്റെ ശ്രേഷ്ഠത കാണുവാൻ, ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാൻ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ,
ഞങ്ങൾ എളിമ തരണമേ, ബുദ്ധിയിൽ എളിമ തരണമേ, ഉന്നത ഭാവം മാറ്റണമേ. താഴ്മയോടെ തിരുനാമം മഹത്വപ്പെടുത്തുവാൻ, തിരുവിഷ്ടത്തിനായി ജീവിക്കാൻ ഞങ്ങളെ തന്നെ അർപ്പണം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മദേഹത്തെ സമ്പൂർണ്ണമായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. തിരുകൃപയെ ഞങ്ങളെ പൊതിയണമേ, തിരുരക്തത്തെ ഞങ്ങളെ സൂക്ഷിക്കണമേ. തുടർന്ന് തിരുനാമം കൂടെ മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമഹത്വത്തിനായി തന്നെ. ആമേൻ.